മക്കളെ, എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് ഒരു നഷ്ടമില്ലാത്തൊരു സംഭവം. അതും എല്ലാ വർഷവും അതേ സ്ഥലത്ത് തന്നെ അതൊരെണ്ണം വന്നിരിക്കും. എന്തുവാന്നല്ലേ നിങ്ങളിപ്പോ വിചാരിക്കുന്നേ? ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇതിന്റെ ഒന്നും കളയാനില്ല, നമുക്കെല്ലാം നമുക്കെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. എന്ത് വിശേഷം ഒന്ന് നോക്കാം മക്കളെ. വാ മക്കളെ. ചുക്കുടി ചീര, ഇത് നമ്മുടെ നാട്ടിലെ വലിയ സുലഭമല്ല എങ്കിലും അറിയാവുന്നവർക്കൊക്കെ ഇത് ഏറ്റവും നല്ല സാധനം കേട്ടോ. ഇതിന്റെ ഇളം രണ്ടും ഇലയുമാണ് എടുക്കുന്നത്. കായും കറി വെക്കാം, പഴുത്ത് ചുമ്മാതെ തിന്നാം. ഇത് ഞാൻ കായ അവിടെ നിർത്തിയിട്ട് ഇതിന്റെ ഇല മാത്രം ഇപ്പൊ നുള്ളി എടുക്കുക. ഇളപ്പമാണ് എടുക്കേണ്ടത് കേട്ടോ. നല്ലതാകട്ടെ. ഇത് വയറിന് അസ്വസ്ഥതയുള്ളവർക്കൊക്കെ ഇത് നല്ല ഒരു ഇത് വായിൽ ചെറിയ ഞൊണലൊക്കെ വരുമല്ലോ, അതിനും ബെസ്റ്റാ കേട്ടോ. ഇതിന് ചെറിയൊരു കമർപ്പുണ്ട്, കയ്പല്ല, പക്ഷെ ചെറിയൊരു, അത് വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റും. ഇതിന് ഭയങ്കര വിലയുമാ കേട്ടോ. ഇത് തമിഴ്നാട്ടിൽ ഭയങ്കര ഫേമസ് ആയത്. ഇത് റോഡിലാണേലും മാർക്കറ്റിലാണേലും വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കായും തന്നെ വാങ്ങിക്കാൻ കിട്ടും, തീയൽ വെക്കാം കേട്ടോ. പഴുത്ത് കഴിഞ്ഞാൽ തിന്നാം. അത് പ്രത്യേകിച്ച് ഈ പ്രാവശ്യം ഇതൊന്നും ഞാൻ ഇത് മാത്രമല്ല, അപ്പുറത്ത് നിറയെ ഉണ്ട്, അതും കാണിക്കാൻ. ഞാനിപ്പം നേരത്തെ വീഡിയോയിൽ കാണിച്ചത് അത് നടുന്നതൊക്കെ എല്ലാം തന്നെ കിളിച്ച. ഇതിനുള്ള പ്രത്യേകത എന്തൊരു 5-6 വർഷമായിട്ട് എനിക്ക് തോന്നുന്നു ഇതേ സ്പേസിൽ തന്നെയാണ് വരുന്നത്. അല്ലാതെ അങ്ങ് അതിന്റെ മൂഡ് പോകുന്നില്ല കേട്ടോ. സാധാരണ വിന്റർ ആയി കഴിഞ്ഞാൽ ഇതങ്ങ് പോകുമല്ലോ, പക്ഷെ ഇത് പോയിട്ടില്ല. എല്ലാ വർഷവും ഇത് തന്നെ കിളിച്ച് നല്ല പോലെ. ഇത്രയ്ക്ക് ഇതിന് ഞാൻ വെള്ളം ഒഴിക്കാറില്ല, കാരണം ഈ സൈഡിലോട്ട് ഞാൻ അങ്ങനെ വരാറില്ല. ചെടികൾ വേറെ ഒന്നുമില്ലതാണ്, ഇത് മാത്രം ഇങ്ങനെ തന്നെ വന്ന് എല്ലാ വർഷവും നമുക്ക് വിളവ് തന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഒത്തിരി ഉണ്ട് ചീര, അപ്പുറത്ത് ഇഷ്ടം പോലെ നിച്ച്. മറ്റേത് കാണിക്കാം. ഇതുപോലെ വരും, വെള്ളവും വളവും ഒന്നും കൊടുക്കുന്നില്ല, തന്നെ വരുന്നു. ചീരയാകുമ്പോ ഞാൻ പറിക്കുന്നു. ഒരു വലിയ പ്രത്യേകതയല്ലേ. കാ പഴുക്കുമ്പോ എനിക്ക് തിന്നാൻ ഇത് വലിയ ഇഷ്ടമാണ്. ഇത് വലിയ മധുരമല്ല, എന്നാൽ മധുരവും പുളിയും രണ്ടും കൂടെ ചേർന്ന ടേസ്റ്റ് ആട്ടോ. ഇത് കണ്ടോ, ഈ മോർണിംഗ് ഗ്ലോറി ഇതിനകത്ത് ഇങ്ങനെ, അത് എവിടെ നിന്നായാലും വലിച്ച് ഇതിനകത്ത് കയറി വരും. എത്ര പറിച്ചു കളഞ്ഞാലും വരും കേട്ടോ. ഞാൻ ഈ തക്കാളി ചെടിയൊക്കെ വെക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു ചുക്കുടിക്കായ് വീണ് അത് ചെടി ഇത്രയും നിൽക്കുന്ന കണ്ടോ. അപ്പൊ ഞാൻ ഇത് ഞുള്ളി എടുക്കട്ടെ കേട്ടോ. എന്തേലും പൈസ നഷ്ടമുണ്ടോ? നമുക്ക് ഒന്നുമില്ല, എല്ലാം തന്നെ നല്ല നല്ല തളിർത്ത് നിൽക്കുക കേട്ടോ. നല്ല എളുപ്പം വേണ്ടോ. ഇത് കണ്ടില്ലയോ, 2 മൂടാണ് ഇത്രയും ചീര കിട്ടിയത്. ശരി, ഏതായാലും പറിച്ചല്ലോ. എന്നാൽ ഇത് തോരൻ വെച്ചുകൂടെ നിങ്ങളെ എല്ലാരും ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് നമുക്കിപ്പം ഇതുകൂടെ കാണിക്കുന്നത്. നല്ല ടേസ്റ്റ് ആയത് കേട്ടോ. നമുക്ക് വയറിന് നല്ലതാണ്, അതാണ് ഏറ്റവും മുഖ്യം ഇതിനകത്ത്. വയറിനും ഈ അൾസർ ഉള്ളവർക്കൊക്കെ ഇത് കഴിക്കാൻ പറയും ഡോക്ടേഴ്സ് അവിടെ. പിന്നെ വായിൽ ഞൊണലൊക്കെ വരുന്നവർക്കൊക്കെ ഇതൊക്കെ അടിപൊളിയാണ് കേട്ടോ. നല്ല വിറ്റമിൻ ഉള്ള സാധനം ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടിയാൽ ഒന്ന് വാങ്ങി തോരൻ വെച്ച് കഴിച്ച് നോക്കണം മക്കളെ എല്ലാവരും കേട്ടോ. അതാണ് മക്കളുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് നിങ്ങളെല്ലാവരും മക്കളെ പ്രതീക്ഷിക്കണേ.